Good morning everybody. Lesson 19 Risk Reduction and Mitigation Measures ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിസ്ക് സൈക്കിളിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ഹസാർഡ് സോൺ മാപ്പ് എന്ന് പറഞ്ഞു. മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 2 dimension പിക്ചറാണ്. റെപ്രസെൻറ്റ് പോർഷൻ ഓഫ് എർത്ത് സർഫസ്. അപ്പോൾ ലാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ ഹസാർഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് എ മാപ്പ് ദാറ്റ് ഹൈലൈറ്റ് ദ ഏരിയ that are affected by or more vulnerable to a particular hazard. ഒരു പെർട്ടിക്കുലർ ഹസാർഡ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ വ്യത്യസ്തമായ എന്തുണ്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക്കും സീമിയോ ടോപ്പിക്കും ക്ലൈമറ്റോളജിയും ഒക്കെ ഉണ്ട്. അതായത് ഭൂമിയുടെ പലകങ്ങൾ തമ്മിലുള്ള നീക്കമായാലും കാലാവസ്ഥയായാലും ഒക്കെ വ്യത്യസ്തമായ ഡിഗ്രിയിലാണുള്ളത്. ഇപ്പോൾ ഹിമാലയം ഇൻക്ലൂഡ് ചെയ്യുന്ന നോർത്ത് വെസ്റ്റേൺ മൗണ്ടൻ റേഞ്ച് ബീയിങ് ദ വേൾഡ് എഫക്റ്റ് എർത്തിക്യുക്ക് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ്. അത് അങ്ങേ അറ്റത്ത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റ് നമ്മുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളം ഭാഗത്താണ് വെസ്റ്റേൺ ഘട്ട് കിടക്കുന്നത്. കർണാടക ബോംബെ മുതൽ കേരളം വരെയാണ് കേട്ടോ. ഈസ്റ്റേൺ ഘട്ട് ഉണ്ട്, വിദ്യ പർവ്വതമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം വ്യത്യസ്തമായ ജിയോ ഹസാർഡ്സുകളും അതിൻ്റെ സോൺസും ആണുള്ളത്. So one is a project management scenario, reliable risk analysis, planning and execution of any environmental friendly development activity, mitigation hazard related miscellaneous ഇത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ റിലയബിൾ റിസ്ക് അനാലിസിസ്, പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് എൻവോൺമെൻറ്റൽ ഫ്രണ്ട്ലി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹസാർഡ് മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. ഹസാർഡ് മാപ്പിംഗ് തന്നെ വ്യത്യസ്ത തരമുണ്ട്. അതിൽ ലാൻഡ് സ്ലൈഡ്, വ്യത്യസ്തമായ ഹസാർഡുകളുണ്ട്. അപ്പോൾ അതിൽ ലാൻഡ് സ്ലൈഡ് ഹസാർഡ് സോണേഷൻ ഉണ്ട്. It is a division of land in a homogeneous area or domain and their ranking according to the degree of actual potential of hazard causes by mass movement ആണ്. So land zone simply divided into lands which area is more potential hazard causes, especially landslide. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദി റിസ്ക് മാപ്പിംഗ്. റിസ്ക് മാപ്പിംഗ് എന്ന് പറയുന്നത് റിസ്ക് മാപ്പിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് സ്പൈഡൽ ആൻഡ് ടെമ്പറർ എക്സ്റ്റെൻറ്റ് ഓഫ് റിസ്ക്, പ്രോബബിലിറ്റി ആൻഡ് കോൺസിക്വൻസ്. നമ്മുടെ ഭൂമിയിലെ ഓരോ ഭാഗവും ഇന്ത്യയിലെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത സോണായി മാർക്ക് ചെയ്തിട്ടുണ്ട്. റിസ്ക് മാപ്പിംഗ് റിക്വയർ ദ കോമ്പിനേഷൻ ഓഫ് മാപ്പ് ഹസാർഡ്, എക്സ്പ്ലോസർ, വാല്യൂറബിൾ, and the result of the risk mapping are usually present the form of map that showing the magnitude and nature of risk. So then we go on to the new and emerging approach in a disaster management using earlier warning system based on IT enabled service like GIS. എന്താണ് GIS? GIS എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. is a powerful tool for collecting and retrieving and transferring and displaying data from the real world for a particular set of purposes that help to overcome the disasters. Assemble of the situation through the integrated analysis, implement of hazard in terms of risk and planning, querying and model and map creation and sufficient and effective implementation of response force, simulation model and visualizing to various scenario of hazard. ഇപ്പോൾ GI എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ തന്നെ ഉള്ളൊരു സംവിധാനമാണ്. പക്ഷേ അതിനകത്ത് റോഡും സ്ഥലങ്ങളും എന്നല്ല, മലയും കുന്നുകളും വെള്ളം, അതിൽ തന്നെ എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ വെള്ളം ഒഴുകും, എത്ര ഇൻറ്റൻസിറ്റിയിലുണ്ടാകും, എർത്തക്യുക്ക് ഉണ്ടായാൽ ആ രീതിയിലാണ് അത് ആ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു റിലയബിൾ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടാവും. എന്ത് അപകടം ഉണ്ടാവുന്നതിന് മുമ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ആ സാധനങ്ങൾ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത്. അതുപോലെ ചില ബിൽഡിംഗ് പെർമിഷൻ പോലുള്ള ചില കാര്യങ്ങൾ നൽകുന്ന സമയത്ത് അത് പറ്റില്ല എന്ന് പറയാനുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫായിട്ട് ഉപയോഗിക്കാം.
Then social data and social media sharing message and information of emergency management. Choice of a software will be function to respond and expertise to the local available. Landmark, street, building emergency services, resources and disaster relief society reduce the time and save of life. These are the common advantages of the modern technology അല്ലെങ്കിൽ എമർജിങ് അപ്രോച്ച് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടെക്നോളജി. എമർജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ ടെക്നോളജി എന്തിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. സോ അടുത്തതാണ് MIS എന്ന് പറയുന്നത്. MIS എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഡാറ്റകൾ കളക്ട് ചെയ്യും, അതിന് വേണ്ടി അത് പ്രോസസ്സ് ചെയ്യും. അതിൻ്റെ ഓപ്പറേഷണൽ ആരാണത് പേഴ്സൺ ചെയ്യുന്നതെന്നുള്ളത്, ഇൻപുട്ട് ഔട്ട്പുട്ട്, മീഡിയ മെസ്സേജ്. സോ ദ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ടു സ്റ്റഡി ദ പീപ്പിൾ, ടെക്നോളജി, ഹസാർഡ്, ഇപ്പോൾ എർത്തക്യൊക്കെ എത്ര ശക്തിയിലുണ്ടാവും, ഭൂമിയുടെ കിടപ്പ് എങ്ങനെയാണ്, ഭൂമിയുടെ ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലാണ്, ഇതൊക്കെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. MIS ഈസ് എ പ്രൊഫഷണൽ ഹെൽപ്പ് ടു ഫാം ടു റിയലൈസ് ദ മാക്സിമം ബെനിഫിറ്റ് ഫ്രം ഇൻവെസ്റ്റഡ് പേഴ്സൺസ്, എക്യുപ്മെൻറ്റ്സ് ആൻഡ് ബിസിനസ് ആൻഡ് മിനിമൈസ് ദ ഡിസാസ്റ്റർ. ആ MISൻ്റെ ഒരു സബ് ഡിവിഷനാണ്. MIS ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും കൂടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പം മാർക്കറ്റിന് വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാ സ്ട്രക്ചറിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തിൽ എത്ര സാധനം വിൽക്കും, എത്ര സാധനം വാങ്ങും എന്നുള്ളതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ ഡാറ്റ എന്തിനെക്കുറിച്ച് മാത്രമായിരിക്കും? ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വെലോസിറ്റി ഓഫ് വിൻഡ്, അത്തരം കാര്യങ്ങളായിരിക്കും അവിടെ ഡാറ്റ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ നേരത്തെ നമ്മൾ പറഞ്ഞ GIS എൻവോൺമെൻറ്റിൽ നിന്ന് കുറച്ചും കൂടി മോഡിഫൈഡ് ആയിട്ട് ഒരു ഡിസിഷൻ മേക്കിംഗ് ടൂളാണ് എന്തെന്ന് പറയുക. മറ്റൊരു ഡാറ്റ മാത്രമായിരിക്കും ഇവിടെ എന്തും കൂടെ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടി നൽകാനായിട്ട് ഇവിടെ കഴിയുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. Integrated those data set and aid to decision makers process other systematic planning and managing the resources to overcome the disaster situations. അടുത്തതാണ് എന്താണ്? ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് അല്ലെങ്കിൽ GPS എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ട് ഏത് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നതാണ്? ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഡിസാസ്റ്റർ ഇവൻ്റ് സംഭവിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് GPS ഉപയോഗിച്ചിട്ട് അവിടെ എവിടെയാണ് ആ സ്ഥലത്തെ കൃത്യമായിട്ട് എത്താൻ പറ്റും. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശേഷമാണെങ്കിൽ അസസ്മെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. അത് അമേരിക്കൻ ആർമി ഉപയോഗിച്ചിരിക്കുന്ന യുദ്ധത്തിന് വേണ്ടി മാത്രമല്ല, അവരുടെ സൈറ്റിൽ പോയാൽ കാണാം അവരത് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിലും കൂടെയാണ്? ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് എന്തുണ്ട്? വലിയ പിന്നെ ശക്തിയേറിയ എന്ത് ഉണ്ടാവാറുണ്ട്? വിൻഡ് ഉണ്ടാവാറുണ്ട്. ടൊർണാഡോ പോലുള്ള വിൻഡ് ഉണ്ടാകും. സോ ഇറ്റ്സ് എ ക്രിട്ടിക്കൽ എലമെൻറ്റ് ഫോർ സക്സസ്ഫുൾ റെസ്ക്യൂയിങ് ഓപ്പറേഷൻ ഇൻ ടൈം, നോയിങ് ദ പ്രിഷ്യസ് ലൊക്കേഷൻ ഓഫ് ലാൻഡ്മാർക്ക്, സ്റ്റേറ്റ് building, emergency service of resources, disaster relief site, reduce their time and save the life. The information is a critical to disaster relief teams and public safety of persons in order to protect the life and reduce the property loss. Global Positioning System is facilitating technology in addressing those needs. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുണ്ട്. 2004 ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടായിട്ടുള്ള സുനാമിക്കകത്തും അതുപോലെ തന്നെ ഒരു സ്ഥലം എവിടെയാണ്, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാൻ കഴിഞ്ഞുള്ളത് GPS വഴിയാണ്. നമ്മൾ മെല്ലെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഈ ഇന്ത്യൻ എന്തുണ്ട് സംവിധാനം ഉണ്ടാക്കി കൊണ്ടുവരുന്നതേ ഉള്ളൂ. സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീംസ് എന്താ അറിയാലോ, നമ്മൾ പൊസിഷൻ എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് സംവിധാനവും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും എന്തിനാണ് ഉപയോഗിക്കുന്നുണ്ടാവുക, ആ സ്ഥലം റിമോട്ടായിരിക്കുമ്പോൾ അതിനെ ശരിക്കും റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താണ്. GPS എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി നമുക്ക് കണ്ടിട്ടുണ്ട്. അതായത് ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അത് എപ്പോഴും ആ സ്ഥലം കാണിച്ചു തരാനും ആ സ്ഥലത്തിലേക്കുള്ള നാവിഗേഷൻ ചെയ്യാനും മാത്രമേ അതിന് കഴിയുള്ളൂ. പക്ഷേ ഈ റിമോട്ട് സെൻസിങ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് മോഡൽ ചെയ്യാനും, അതായത് റിസ്ക് സംഭവിക്കുന്നതിന് മുമ്പേ അത് ഇന്ന രീതിയിലായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് പ്രീവിയസ് ഡാറ്റ വെച്ചിട്ട്, പ്രീവിയസ് സിറ്റുവേഷൻ വെച്ചിട്ട്
എന്ത് ചെയ്യാം, നമുക്കത് അനലൈസ് ചെയ്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ഉണ്ടാകുന്നൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോർഡിനേഷൻ ചെയ്യാനും കൂടെ കഴിയണം. അത് മോണിറ്റർ ചെയ്യാനായിട്ട് കഴിയണം. അതായത് ഇപ്പോൾ ഇത്ര മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, നാളത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിനകം ഇത്ര അധികം കാറ്റ് വീശും, ആ സംവിധാനം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അസസ് ചെയ്യാൻ കഴിയും അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ. ഇതിന് സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെല്ലാം കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന സംവിധാനത്തെയാണ് ഡിസാസ്റ്റർ സെൻസിങ് എന്ന്, റിമോട്ട് സെൻസിങ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. അതായത് CBDM എന്ന് പറയും. CBDM എന്ന് പറയുന്നത് നമുക്കറിയാം ആളുകൾ ഇതിനൊരു ചാലക ശക്തിയായിട്ട് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ദ റെസ്പോൺസ് മെക്കാനിസം ടു സേവ് ലൈവ്ഹുഡ്, ലൈഫ് സ്റ്റോക്ക്, അസറ്റ് അവൈലബിൾ ടു റെഡ്യൂസ് വിത്തിൻ ദി കമ്മ്യൂണിറ്റി. ഇപ്പോൾ ജനങ്ങൾക്ക് ആദ്യം അതിനെക്കുറിച്ച് അറിവുണ്ടാവണം. അത് പുറമെ ലീഡ് ദ മൾട്ടി പ്രൊലോങ് ഡെവലപ്മെൻറ്റ് ഇൻ്റർവെൻഷൻ അഡ്രസ്സിങ് ദ റൂട്ട് കോസ് ഓഫ് ഫെയിലിയർ ആൻഡ് ലീഡ് സെൽഫ് റിലയൻറ്റ് ഡിസാസ്റ്റർ പ്രൂഫ് കമ്മിറ്റി. എല്ലാവരും കൂടെ സഹായിച്ചിട്ടൊന്നും പെട്ടെന്ന് നടന്നൊന്നുമില്ല. അപ്പോൾ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് disaster management in which risk community are active to engage to reduce their vulnerability and encourage their thought. So one is an identification, second one is analyzing, third one is treatment, fourth one is monitoring, and the fifth one is evaluating a disaster risk. അടുത്തതാണ് ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ്. അതിലെ ഒരു സ്റ്റെപ്പാണ് ഇംപ്രൂവിങ് ദ റിസ്ക് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ കിട്ടാനാണ് നമ്മൾ പുതിയ GPS-ഉം ഇതെല്ലാം ഉപയോഗിച്ചത്. അപ്പോൾ GPS-ൽ നിന്ന് എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുൻപ് അവിടെ ഉണ്ടായതായിട്ട് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എൻഹാൻസിങ് ദ റിസ്ക് റിഡക്ഷൻ, അതായത് അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക. സ്ട്രെങ്തനിങ് ദ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുക, മുൻപ് കൂട്ടി ചെയ്യുന്നതിനാണ്. ഇംപ്രൂവിങ് ദ അണ്ടർസ്റ്റാൻഡിങ് ദ ഫേഷ്യൽ ഡിസാസ്റ്റർ റിസ്ക്. ഈ 4 കാര്യങ്ങളാണ് റിസ്ക് മാനേജ്മെൻറ്റിനകത്തുള്ളത്. അടുത്തത് മിറ്റിഗേഷനാണ്. വാട്ട് ഈസ് എ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ? മിറ്റിഗേഷൻ ഈസ് എ മെഷർ എയിം അറ്റ് റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഇൻ എ നേഷൻ ഓർ എ കമ്മ്യൂണിറ്റി. നെക്സ്റ്റ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത് ഈസ് കൺസേൺ വിത്ത് മെഷർ ടേക്കിംഗ് ഇമ്മീഡിയറ്റ്ലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ ഹസാർഡ് ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ റിലേറ്റിംഗ് ടു എവക്വേഷൻ പ്ലാൻ ആൻഡ് ഹെൽത്തി ആൻഡ് സേഫ്റ്റി റിസർച്ച് റെസ്ക്യൂ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ആളുകളെ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ചും അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ചും അതാണ് പ്രിപ്പയർനെസ് എന്ന് പറയുന്നത്. ഇനി മിറ്റിഗേഷൻ മെഷർ എന്ന് പറഞ്ഞാൽ mitigation, once the decision has been made concerning the priority, the resources to be allocated to mitigation measures to prevent vulnerable populations and infrastructure can be identify ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രാവശ്യം ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവിടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആളുകൾ, ഇപ്പോൾ ഡോക്ടർമാരുടെ ഒരു ആൾ കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മരിച്ച സ്ഥലത്തേക്ക്, കൂടുതൽ അപകടം പറ്റിയ സ്ഥലത്തേക്ക് ആ ഡോക്ടറെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ഡിസാസ്റ്റർ മിറ്റിഗേഷൻസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് സ്ട്രക്ചറൽ പ്ലാനിംഗ് എന്നും നോൺ സ്ട്രക്ചറൽ പ്ലാനിംഗ്. സ്ട്രക്ചറൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ സൈറ്റ് പ്ലാനിംഗ്, അസസ്മെൻറ്റ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റഡ് ബൈ നാച്ചുറൽ ഹസാർഡ്, പ്ലാനിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് സ്ട്രക്ചറൽ മെഷർ ടു റെസിസ്റ്റ് സച്ച് ഫോഴ്സസ്, ഡിസൈൻ ആൻഡ് പ്രോപ്പർ ഡീറ്റെയിൽ ഓഫ് സ്ട്രക്ചറൽ കോമ്പണൻറ്റ്, കൺസർവേഷൻ ഓഫ് സ്യൂട്ടബിൾ മെറ്റീരിയൽ. ഇനി ഇവിടെ മുതൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനെ മിനിമം കുറയ്ക്കുക, ഡിസാസ്റ്റർ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രക്ചറൽ എന്ന് പറയുന്നത് ബിൽഡിങ്ങിനെ സംബന്ധിച്ചും മുൻപേ ഉണ്ടാവേണ്ടതാണ്. അതൊന്നും സംഭവിച്ചു കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറിലും ഉണ്ട്, നോൺ സ്ട്രക്ചറിലും ഉണ്ട്. നോൺ സ്ട്രക്ചറലായിട്ടുള്ള കാര്യമാണ് ഒന്ന് ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അതായത് നിയമം, അതായത് ബിൽഡിംഗ് കോഡ് ഉണ്ടാവുക, പെട്ടെന്ന് തകർന്നു വീഴുന്നതല്ലാത്ത ബിൽഡിംഗ് കോഡുകൾ ഉണ്ടാവുക എന്നുള്ളത്.
ലാൻഡ് യൂസ് പ്ലാൻ ചെയ്യുക, കൺട്രോളിങ് ദ ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻ ഹസാർഡ് സോൺ ഏരിയ. കുന്നും മലയൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, മൈനിങ് ഒക്കെ ചെയ്യുന്നത് അല്പം നിയന്ത്രിക്കുക എന്നുള്ളതാണ് നിയമം മൂലം. ഇൻസെൻറ്റീവ് വൺസ് പ്രൊവൈഡ് എ ബെറ്റർ ഇൻസെൻറ്റീവ് ഫോർ മൈറ്റിഗേഷൻ ദൻ ദ ലീഗൽ ഇമ്പോസിഷൻ. നിയമം മൂലം തടയുന്നതിനേക്കാളും നല്ലത് എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഇൻസെൻറ്റീവ് കൊടുക്കുക. അവിടെ മുകളിലുള്ളവർക്ക് താമസിക്കാൻ വേണ്ടി കുറഞ്ഞ പൈസയ്ക്ക് താഴെയുള്ള ഭൂപ്രദേശം കൊടുക്കുക എന്നുള്ളതാണ്. ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, പ്രൊവൈഡ് അവയർനെസ് നോൺ ഹൗ ടു ദോസ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഇൻവോൾവ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ എക്സ്പേർട്ട്, ക്രാഫ്റ്റ്മാൻ, ലാൻഡ് യൂസ് പ്ലാനർ ആൻഡ് ജനറൽ പബ്ലിക്. Public awareness. It is necessary to ensure a good public knowledge and understanding of natural hazard and valuable ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെയാണ്, ഇപ്പോൾ എന്താണ്, ആളുകളെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളെ പെട്ടെന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്തനിങ് ഓഫ് ഓർഗനൈസേഷൻ ദാറ്റ് സെർവ് ആൻഡ് കോപ്പിംഗ് ദ മെക്കാനിസം, ഇൻക്രീസിങ് ദ കപ്പാസിറ്റി സ്കിൽ ടു ഫേസ് എ ക്രൈസിസ്, ഇൻക്രീസ് ദി നമ്പർ ഓഫ് കോപ്പിംഗ് മെക്കാനിസം വിത്തിൻ ദ കൺട്രി ഓർ കമ്മ്യൂണിറ്റി ബൈ ലിങ്കിങ് ദം ഔട്ട്സൈഡ് റിസോഴ്സസ്, എൻകറേജിങ് ദ ആക്ഷൻ ഓഫ് പ്രൊമോട്ടിംഗ് കോപ്പറേഷൻ എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് സൊസൈറ്റി. രണ്ട് ജനങ്ങൾ തമ്മിൽ എപ്പോഴും തല്ലുണ്ടാകുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അപകടം ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനങ്ങളെ ഒന്നിച്ച് കൊണ്ടുവരാനും എന്തിനത് കഴിയും, ഈ ഇത്തരത്തിൽ എന്ത് ചെയ്താലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ്റെ എക്സാമ്പിൾസൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ചെയ്യാൻ കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. എക്സാമ്പിൾ, സ്ട്രെങ്തനിങ് ദ ബിൽഡിംഗ് ടു റെൻഡർ ദാൻ മോർ റെസിസ്റ്റ് അഗെയിൻസ്റ്റ് സൈക്ലോണ്, ഫ്ലഡ് ആൻഡ് എർത്ത് ദെൻ ഇൻകോപ്പറേറ്റ് ദി ഹസാർഡ് റെസിസ്റ്റൻസ് സ്ട്രക്ചർ മാത്രം മതിയോ, പോരാ, അതിൻ്റെ പ്രൊസീജിയറുകളും അങ്ങനെയായിരിക്കണം. പ്ലാനിങ് സർട്ടൻ കൈൻഡ് ഓഫ് വെറൈറ്റി ഓഫ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, ഭക്ഷണ സാധനങ്ങൾ. ചേഞ്ചിങ് ദ ക്രോപ്പ് സൈക്ലോൺ സോ ദാറ്റ് ദ ക്രോപ്പ് മെച്വർ ആൻഡ് ഹാർവെസ്റ്റ്. അതിനൊരു മാസം ഉണ്ടല്ലോ, അപ്പോൾ സൈക്ലോണും ഹാർവെസ്റ്റും വരുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടി ചെയ്യാം. അഡോപ്റ്റ് ലാൻഡ് യൂസ് പ്ലാനിങ് ആൻഡ് കൺട്രോൾഡ് റെസിസ്റ്റ് ആക്ടിവിറ്റി ഇൻ ഹൈ റിസ്ക് ഏരിയ. എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ to allow the losses in more sector to be offset of increasing output of other sector. Then approach can be categorized in developed project and environmental regularity. എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ പോളിസി കൺസേണിങ് ലാൻഡ് റെഗുലേഷൻ, ലോ ഇൻകം ഹൗസ് സ്കീം, എൻവോൺമെൻറ്റൽ റെഗുലേഷൻസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി പോളിസീസ്. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഡിസാസ്റ്റർ മിറ്റിഗേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ട്രെയിൻ ദ ഇൻവോൾവിങ് പോളിസി മേക്കേഴ്സ്, രാഷ്ട്രീയക്കാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുക. ഐഡൻറ്റിഫൈ ദ വാല്യുറബിൾ ഗ്രൂപ്പ്, ആർക്കാണ് നഷ്ടം വരാൻ പോകുന്നത് അവരെ കണ്ടുപിടിച്ച് വയ്ക്കുക. പബ്ലിക് അവയർനെസ് എമംഗ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സിവിൽ ഗ്രൂപ്പ്, റിട്ടയർഡ് പേഴ്സൺസ്. ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ മോണിറ്ററിങ്, ഡോക്യുമെൻറ്റിങ് ആൻഡ് another. Education in discipline in structure, architecture, urban planning, agricultural. ഇതിനൊക്കെ കൂടുതൽ സഹായം, കൂടുതൽ ഗവേഷണം നടത്താനും സഹായിക്കുക. ഇൻ്റഗ്രേറ്റ് ദ ലോക്കൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ വിത്ത് ടെക്നിക്കൽ ആൻഡ് പ്ലാനിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിൽ ഒരു ഭാഗം മാത്രം എടുത്ത് നമ്മൾ നോക്കാൻ പോവുകയാണ്. എർത്ത് ക്യുക്ക് സംഭവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ബിൽഡിംഗ് കോൺഫിഗറേഷൻ ഷുഡ് ബി സിമ്പിൾ ആൻഡ് റെക്ടാങ്കുലർ. long wall should be supported by reinforcement concrete column ആയിരിക്കണം. ലാർജ് ബിൽഡിംഗ് ഹാവിങ് എ പ്ലാൻ വിത്ത് ഷേപ്പ് ലൈക്ക് TLUX ആയിരിക്കണം. ഇനി ഫൗണ്ടേഷൻ എങ്ങനെയായിരിക്കണം? ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഷുഡ് സ്ട്രാറ്റജിക്കലി സ്ട്രോങ് ആവണമെങ്കിൽ ടു വിസ്റ്റാൻഡ് എർത്ത് ക്യുക്ക് സംടൈം ടു ഫെയിൽ ഡ്യൂ ടു ഇന്നബ്ഡിക്വൻ്റ് ഫൗണ്ടേഷൻ ഡിസൈനാണ് ബിഗ് പാർ. ടിൽറ്റിങ്, ക്രാക്കിങ്, ഫെയിലിയർ ഓഫ് മെനി റിസൾട്ട് ഫ്രം സോയിൽ ലിക്വിഫിക്കേഷൻ.
Soil liquefaction refers to transfer of soil from solid state to liquid state as a consequence of increase in pressure. Depends upon the soil condition that the depth of the foundation has been decided. Then control flow of open wall. Door and window opening in a wall should preferably be a small or more centrally located. Too many large opening will make wall variable collapsion എളുപ്പമാവും. അപ്പോൾ സെൻട്രലാണ് ഇപ്പോൾ നമ്മൾ ജനവാതിലൊക്കെ വെക്കുന്നത് കണ്ടില്ലേ. ദ ലൊക്കേഷൻ ഓഫ് ഓപ്പണിംഗ് ഷുഡ് നോട്ട് ബി ടു ക്ലോസ് അറ്റ് ദ എഡ്ജ് ഓഫ് വാൾ. വളരെ എഡ്ജ് ഓഫ് വാളിലോട്ട് കൊണ്ടുവരാതിരിക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് ബെൻഡ് ഇൻ മേസറി ബിൽഡിങ്സ്. ദ ഇൻ്റഗ്രേറ്റഡ് വാൾസ് ഓഫ് ദി എൻക്ലോസർ ടു പെർഫോം ടുഗദർ ലൈക്ക് എ റിജിഡ് ബോക്സ് റീഇൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് ബെൻഡ് പ്രൊവൈഡ് വിച്ച് ഇസ് ടേൺ കണ്ടിന്യൂസ്ലി. ഓക്കെ, വെർട്ടിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുക. അടുത്തത് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദി ഹസാർഡ് സോൺ മാപ്പ് എന്ന് പറഞ്ഞു. മാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു 2 ഡയമെൻഷൻ പിക്ചറാണ്. റെപ്രസെൻറ്റ് പോർഷൻ ഓഫ് എർത്ത് സർഫസ്. അപ്പോൾ ലാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ, ഹസാർഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് എ മാപ്പ് ദാറ്റ് ഹൈലൈറ്റ് ദ ഏരിയ ദാറ്റ് ആർ അഫക്റ്റഡ് ബൈ ഓർ മോർ വാല്യുറബിൾ ടു എ പർട്ടിക്കുലർ ഹസാർഡ്. ഒരു പെർട്ടിക്കുലർ ഹസാർഡ് സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലം റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇന്ത്യൻ കോണ്ടിനെൻറ്റിൽ വ്യത്യസ്തമായ എന്തുണ്ട്, ഡൈവേഴ്സ് ആയിട്ടുള്ള ഫിസിയോഗ്രാഫിക്കും സീമിയോ ടോപ്പിക്കും ക്ലൈമറ്റോളജിയും ഒക്കെ ഉണ്ട്. അതായത് ഭൂമിയുടെ പലകങ്ങൾ തമ്മിലുള്ള നീക്കമായാലും കാലാവസ്ഥയായാലും ഒക്കെ വ്യത്യസ്തമായ ഡിഗ്രിയിലാണുള്ളത്. ഇപ്പോൾ ഹിമാലയം ഇൻക്ലൂഡ് ചെയ്യുന്ന നോർത്ത് വെസ്റ്റേൺ മൗണ്ടൻ റേഞ്ച് ബീയിങ് ദ വേൾഡ് എഫക്റ്റ് എർത്തിക്യുക്ക് ഉണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ്. അത് അങ്ങേ അറ്റത്ത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെസ്റ്റ്, നമ്മുടെ ഇങ്ങേ അറ്റത്ത് കിടക്കുന്ന കേരളം ഭാഗത്താണ് വെസ്റ്റേൺ ഘട്ട് കിടക്കുന്നത്. കർണാടക, ബോംബെ മുതൽ കേരളം വരെയാണ് കേട്ടോ. ഈസ്റ്റേൺ ഘട്ട് ഉണ്ട്, വിദ്യ പർവ്വതമുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം വ്യത്യസ്തമായ ജിയോ ഹസാർഡ്സുകളും അതിൻ്റെ സോൺസും ആണുള്ളത്. വാട്ടർ. ദെൻ അടുത്തത് സൈക്ലോണാണ്. സൈക്ലോണും ഫ്ലഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കാറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കാറ്റിനെ എതിർക്കാൻ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ ടു വിത്ത്സ്റ്റാൻഡ് വിൻഡ് സ്പീഡ്, ഇൻഡിവിജ്വൽ ബിൽഡിംഗ്, ഇൻഡിവിജ്വൽ ലൊക്കേഷൻ, ഇൻഡിവിജ്വൽ ബിൽഡിംഗ് സർക്കുലേറ്റിംഗ് ദ ഈസിലി സർക്കുലേറ്റ് ദ വിൻഡ്, സിമെട്രിക്കൽ ബിൽഡിംഗ് ആക്കുക. പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ഫോഴ്സ് ഓൺ ദ റൂഫിലാണ് പടന്നു പോവുക, അത് തടയാൻ വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ. മൾട്ടി ക്ലാമ്പുകൾ, ഓപ്പണിങ് ജസ്റ്റ്, അതുപോലെ ഡോർ ആൻഡ് വിൻഡോ ഷുഡ് ബി സ്ട്രോങ് ആൻഡ് ക്ലോസ്, സൂട്ടബിൾ ബിൽഡിംഗ് കോഡ്, ബെറ്റർ ആർക്കിടെക്ചർ ഡിസൈൻ, സൈക്ലോൺ ഷെൽട്ടർ കമ്മ്യൂണിറ്റി. റൂഫ് എന്ന് പറഞ്ഞല്ലോ RCC ആയിട്ട് ഉപയോഗിക്കുക, വാൾ സപ്പോർട്ട് ഫ്രെയിം ഉപയോഗിക്കുക. അടുത്തത് റിസ്ക് റിഡക്ഷൻ ആണ്. റിസ്ക്, അതായത് എക്സ്പ്ലെയിൻ ദ വേരിയസ് പ്രിവെൻഷൻ മെഷേഴ്സ് ഫോർ റിസ്ക് റിഡക്ഷൻ. റിസ്ക് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാനേ പറ്റുള്ളൂ? അഫക്റ്റീവ് റിസ്ക് റിഡക്ഷൻ ഇൻവോൾവ് മിറ്റിഗേഷൻ മെഷേഴ്സ് ഇൻ ഹസാർഡ് പ്രോൺ ഏരിയ. ഇറ്റ് മേ ഓൾസോ ഇൻവോൾവ് ഓവർകം ദ എഫക്ട്സ്. റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. വീണ്ടും ഉണ്ടാക്കുമ്പോൾ പഴയ പോലെ തന്നെ ചെയ്യാതിരിക്കുക. റീഹാബിലിറ്റേഷൻ പീരീഡ് ഇൻവോൾവ് വീക്ക് ഓഫ് മന്ത് ആഫ്റ്റർ ഡിസാസ്റ്റർ. ദ ഫോക്കസ് ടു എനേബിൾ ദ ഏരിയ ടു സ്റ്റാർട്ട് ഫങ്ഷൻ എഗെയിൻ. ഓക്കെ, അടുത്തത് റിസ്ക് ട്രാൻസ്ഫർ. എ പ്രൈവറ്റ് ഇൻഷുറൻസ് സെക്ടറാണ് കോൺട്രിബ്യൂട്ടിങ് ദ ഇമ്പോർട്ടൻറ്റ് ഫണ്ടിങ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ റീകൺസ്ട്രക്ഷൻ ഇൻ ഡെവലപ്പിംഗ് ഓഫ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ അതിന് വേണ്ടിയുള്ള പൈസ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ എന്തുണ്ടാവുമ്പോഴും ബുദ്ധിമുട്ടില്ലാതെ അവർ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്നത്. അവർക്കറിയാം ഇന്ന കാലം ആവുമ്പോൾ എന്ത് വരുമെന്ന്.
ആ സൈക്ലോൺ വരുമെന്ന കാര്യം അവർക്ക് നേരത്തെ അറിയാമെന്നുള്ളത് കൊണ്ടാണത്. പ്രിവെൻഷൻ, ഇറ്റ് ഈസ് എ മോർ കേപ്പബിൾ ഓഫ് മാൻ മെയ്ഡ് ആൻഡ് ടെക്നിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തന്നെ സയൻറ്റിഫിക് മെത്തേഡിൽ ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ് അടുത്ത്. അതിന് സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ഉണ്ട്, കണ്ടിൻജൻസി പ്ലാനിങ് ഉണ്ട്, ഫോർവേഡ് പ്ലാനിങ് ഉണ്ട്. സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ റെഗുലറായി നടന്നു പോവുക, കൺസിസ്റ്റിംഗ് പ്രിപ്പയറിംഗ് ഓഫ് ഓർഗനൈസേഷൻ ടു റെസ്പോണ്ട് ടു ഡിസാസ്റ്റർ ത്രെഡ് ഇൻ എ ലൊക്കേഷൻ ദാറ്റ് ആർ നോട്ട് സ്പെസിഫിക്, നോട്ട് ഇമ്മീഡിയറ്റ്ലി. പെട്ടെന്ന് വരുന്നതല്ല. നമുക്കറിയാം 6 മാസം കഴിയുമ്പോൾ മഴ പെയ്യും, ജൂണിൽ മഴ പെയ്യുന്നു. അപ്പോൾ കൊതുകിനെ ഇല്ലാതാക്കാനും വെള്ളം ഒഴുകി പോകാനുള്ള വഴിയൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ല കണ്ടിൻജൻസി പ്ലാൻ എന്ന് പറയുന്നത്. ഇത് സൈറ്റ് സ്പെസിഫിക്, റെക്കഗ്നൈസ് ദ ഡിസാസ്റ്റർ കുഡ് ഒക്കർ അറ്റ് എനി ടൈം. ഇപ്പം കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? മണ്ണൊലിപ്പ് ഉണ്ടാവാൻ സാധ്യത, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോർവേഡ് പ്ലാനിങ് ഒക്കർ വെൻ എ ഡിസാസ്റ്റർ ഈസ് ഇമ്മീഡിയറ്റ്, വെദർ ദ ക്രൈസിസ് മാനേജർ നോ സം ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ ത്രെറ്റ്. Then the response and relief. If the disaster occur, the response and relief have take place immediately. The rescue of the affected people, disturbance of basic supply of food, water, cloth, shelter, ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. Then the risk reduction എന്ന് പറയുന്നത് following factors. First one is identify and characteristic of assess threat. Assess the valuable and critical assessment. Determine the risk. Identify the way of reducing those risks. Priority of the അതാണ് കുറേ പ്രോബ്ലംസ് ലെവൽ. അപ്പോൾ റിസ്ക് അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രയോറിറ്റി ഓഫ് റിസ്ക് റിഡക്ഷൻ ടു മെഷർ ബേസ്ഡ് ഓൺ ദ സ്ട്രാറ്റജി. അപ്പോൾ ചിത്രമൊക്കെ വരച്ച് വെക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ സുനാമി ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് റിസ്ക് റിഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? അത് പെട്ടെന്ന് വരുന്ന സാധനമാണ്. അപ്പോൾ ആ ലൊക്കേഷനകത്ത് വെള്ളം വന്ന് നിറയുന്നത് കുറയ്ക്കാനും അതിൻ്റെ സ്ട്രെങ്ത്, കാരണം 4.5 മീറ്റർ വരെ ഹൈറ്റിലൊക്കെയാണ് വെള്ളം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ സ്ട്രക്ചർ എന്ത് ചെയ്യുക, സൈറ്റ് ലൊക്കേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചർ, ഇവാക്യുവേഷൻ, കൺസ്ട്രക്ഷൻ ഓഫ് വർക്ക്. ആൻഡ് സൈക്ലോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോസ്റ്റൽ ബെൽറ്റ് കെട്ടാം, മാപ്പിംഗ് ചെയ്യാം. മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ മുൻകൂട്ടി അറിയാം ആ സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത്. ലാൻഡ് യൂസ് കൺട്രോൾ, എൻജിനീയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വിൻഡിനെ റെസിസ്റ്റ് ചെയ്യുക, ഫ്ലഡിനെ റെസിസ്റ്റ് ചെയ്യുക, വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലം ഉണ്ടാക്കുക, വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും റെസിസ്റ്റ്. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു സാധനമാണ് റിസ്ക് റിഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രോട്ട് എന്ന് പറയുന്നത്. ഡ്രോട്ടിൻ്റെ ഫലം എന്തായിരിക്കും? ഭക്ഷണ സാധനം ഇല്ലാതിരിക്കുകയാണ് ചെയ്യുക, അല്ലേ? മറ്റുള്ളതൊക്കെ എന്തായിരുന്നു? ഇപ്പം ഭക്ഷണം എത്ര ഉണ്ടെങ്കിലും വെള്ളം പൊങ്ങുകയാണ് ചെയ്യുന്നത്, ഫ്ലഡായാലും സൈക്ലോൺ ആയാലും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ജനങ്ങളെ നന്നായി എഡ്യൂക്കേഷൻ ചെയ്യേണ്ടതുണ്ട്. കാരണം കുറച്ച് വെള്ളം ഉപയോഗിക്കൂ, കുറച്ച് സാധനങ്ങൾ ഉപയോഗിക്കൂ. ഡോണ്ട് യൂസ് ഹാഫ് ദ പ്രോബ്ലം സോൾവ്. Okay, then include the awareness of drinking water conservation technique, agricultural drought management strategy, crop contingency plan, construction of rainwater harvest system. അതുപോലെ പ്രിൻ്റഡ് മീഡിയയിലൂടെയും മറ്റ് മീഡിയയിലൂടെയും ഫ്ലോക്ക് മീഡിയയിലൂടെയൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഡ്രോട്ട് മോണിറ്റർ ചെയ്യുക. മഴ ഈ വർഷം എത്ര പെയ്തു, അപ്പോൾ 6 മാസം കഴിയുമ്പോൾ നമുക്കറിയാലോ മഴ കുറവാണ്, എത്രത്തോളം വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ റിസർവയേഴ്സ്, ലേക്ക്, റിവർ, ഇതൊക്കെ കൃത്യമായിട്ട് സൊസൈറ്റിയിലെ അറിയിച്ചുകൊണ്ടിരിക്കുക. വാട്ടർ സപ്ലൈ മാനേജ്മെൻറ്റ് ചെയ്യുക, എക്സ്പാൻഷൻ ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി, ഒപ്റ്റിമം യൂസ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ, ലൈവ്ലിഹുഡ് പ്ലാനിങ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അവസാനമാണ് എന്ത് വരിക, ഈ കൃഷി ഭക്ഷണ സാധനങ്ങൾ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അതിന് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് ഒരു നല്ല കാര്യമായിരിക്കും. കാരണം നമ്മുടെ അടുത്ത് തന്നെ നമുക്കൊരു കുറച്ച് ഭാഗമെങ്കിലും കാടിന് വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു രീതി ഉണ്ടാക്കുക. താങ്ക് യു. നമ്മൾ ഡിസാസ്റ്റർ മിറ്റിഗേഷൻ മെത്തേഡ്സ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എഴുതുക. താങ്ക് യു.